തന്നിരിക്കുന്ന ഡിറ്റർമിനൻറ്റ് വെച്ചുകൊണ്ട് നമുക്കൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനാണ്. ഏരിയ കാണാനുള്ള ഇക്വേഷൻ വേറെ ഒന്നുമല്ല, ഏരിയ ഈക്വൽ ഹാഫ് ഇൻറ്റു x1 y1 1 x2 y2 1 x3 y3 1. ഇതിനകത്ത് x1 y1 x2 y2 x3 y3 എന്താ വെച്ചാൽ ക്വസ്റ്റിൽ തന്നിരിക്കും നമുക്ക് 3 ഓർഡേഡ് പേര് തന്നിരിക്കും. അതിലൊരെണ്ണം x1 y1 x2 y2 x3 y3 ആയിട്ട് എടുക്കുക. ട്രയാങ്കിൾ വരയ്ക്കുക, ഏതെങ്കിലും ഒരു പേര് കൊടുക്കുക, അതിനുശേഷം ഈ കോർഡിനേറ്റ് എടുത്തങ്ങ് എഴുതുക. അതിനുശേഷം നമ്മൾ ഇക്വേഷൻ എഴുതണം, ഏരിയ ഈക്വൽ ഹാഫ് ഇൻറ്റു ഇതിൻ്റെ യഥാർത്ഥത്തിൽ അബ്സല്യൂട്ട് വാല്യൂ ആണ് എടുക്കേണ്ടത്. ഒരു വലിയൊരു മോഡുലസ് ഇവിടെ വരുന്നുണ്ട്, കാരണം നമുക്ക് ഈ ഡിറ്റർമിനൻറ്റ് സോൾവ് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് നമ്പറും വരാം, പോസിറ്റീവ് നമ്പറും വരാം. അപ്പോൾ ഏരിയ എപ്പോഴും ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ -9 ആണ്, അതുകൊണ്ട് ആ മൈനസ് അങ്ങ് മാറ്റി 9 എന്നങ്ങ് എഴുതിയാൽ മതി ഏരിയ. അപ്പം +9 ആണെങ്കിൽ അത് മാറ്റേണ്ട, 9 തന്നെ എഴുതിയാൽ. ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ആദ്യം എ എന്ന് പറയുന്ന ഏരിയ കാണാനുള്ള ഇക്വേഷൻ എഴുതി, ഏരിയ ഈക്വൽ എന്താ ഹാഫ് ഇൻറ്റു ഏരിയ എഴുതണം, ഹാഫ് ഇൻറ്റു x1 y1 1 x2 y2 1 ആണല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഇവിടെ ഏരിയ എഴുതണം, ഏരിയ ഈക്വൽ ഹാഫ് ഇൻറ്റു x1 y1 1 x2 y2 1 x3 y3 1 എന്ന് പറഞ്ഞ് എഴുതണം. ഇതിനകത്ത് x1 y1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ കോർഡിനേറ്റ് രണ്ടെണ്ണം എടുത്ത് കൊടുക്കുക, 1 2, അതിനുശേഷം 1 എഴുതുക, 1 1 1 ഇവിടെ അങ്ങ് എഴുതുക, x1 y1ൻ്റെ ആ 1 2 എഴുതുക, x2 y2ൻ്റെ ആ 2 7 എഴുതുക, x3 y3 5 4 ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കോർഡിനേറ്റ് എടുത്തങ്ങ് എഴുതുക. ഇത് നമ്മൾ ഹാഫ് എഴുതിയ ശേഷം ഈ ഡിറ്റർമിനൻറ്റ് സോൾവ് ചെയ്യാനുള്ള ഞാൻ മുൻപിലത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് ഈ ഡിറ്റർമിനൻറ്റ് അങ്ങ് സോൾവ് ചെയ്യുക. ഇതേപോലെ 1 എഴുതി, പിന്നെ -ൽ തുടങ്ങി 2 എഴുതി, പിന്നെ 1 എഴുതി, അങ്ങനെ അങ്ങ് ഡിറ്റർമിനൻറ്റ് അങ്ങ് സോൾവ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം ഈ സോൾവ് ചെയ്ത ഉത്തരമാണ് നമുക്കിവിടെ കിടക്കുന്നത്. ഇത് സോൾവ് ചെയ്ത് വന്നതാണ്, ഇതിലൂടെ ഹാഫ് ഉണ്ട്, ഈ ഹാഫ് എഴുതി വരിക. അതിനുശേഷം ഈ ഉത്തരം ചെയ്ത് സോൾവ് ചെയ്ത് വന്നപ്പോൾ കിട്ടിയ ഉത്തരം ആൻസറാണ് -18 എന്ന് പറയുന്നത്. ആ -18നെ 2 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുക, കിട്ടുമ്പോൾ -9 കിട്ടും. ആ -9നെ ഏരിയ ഈക്വൽ 9 സ്ക്വയർ യൂണിറ്റ് എന്ന് പറഞ്ഞ് എഴുതുക. സെൻറ്റിമീറ്റർ സ്ക്വയറിനോ മീറ്റർ സ്ക്വയറിനോ ഒന്നും കൊടുക്കരുത്, സ്ക്വയർ യൂണിറ്റിന് തന്നെ കൊടുക്കുക. ഡിറ്റർമിനൻറ്റ് വെച്ച് ഇങ്ങനെയാണ് ഏരിയ സോൾവ് ചെയ്യാൻ, ഏരിയ കണ്ടുപിടിക്കാനിരിക്കുന്നത്. ഇപ്പം നമ്മൾ വെക്ടർ 3D ഇതിനകത്ത് നമ്മൾ വേറെ പഠിക്കുന്നുണ്ട്, എന്തുവാ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട്. പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമില്ല, അല്ല ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ അത് ഉപയോഗിക്കുക. ഡിറ്റർമിനൻറ്റ് വെച്ച് ഏരിയ കാണാനായിട്ട് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിറ്റർമിനൻറ്റ് തന്നെ അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഇക്വേഷൻ പഠിച്ച് വെച്ചോണം. ഇതിൻ്റെ യഥാർത്ഥത്തിൽ അബ്സല്യൂട്ട് വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് വാല്യൂ എന്തായിക്കോളും, അങ്ങ് പോസിറ്റീവ് വാല്യൂ ആവും. ഓക്കെ.